നമുക്കറിയാം മലബാറിൻ്റെ പ്രധാന കലാരൂപങ്ങളിലൊന്നാണ് ഒപ്പന. പ്രവാസ ലോകത്തും അതിന് ആരാധകർ ഏറെയാണ്. ഒടുവിൽ ഒപ്പനക്കാരികളും തീരുമാനിച്ചു, എന്തുകൊണ്ട് ഒത്തുചേർന്ന് നമുക്കും ഒരു റെക്കോർഡ് കുറിച്ചുകൂടാ. ദുബൈ ആയിരുന്നു അതിന് വേദിയായത്. ഒരുപക്ഷെ പ്രവാസ ലോകത്തെ ഏറ്റവും വേറിട്ട ഒരു ഒത്തുചേരൽ കൂടിയായിരുന്നു ആ ഒപ്പനക്കാരികൾ നിർവഹിച്ചത്. ദുബൈ ബിൽവ ഇന്ത്യൻ സ്കൂളിലേക്ക് മൊഞ്ചത്തിമാർ എത്തുകയാണ്. കാച്ചി തുണിയെടുത്ത് തട്ടമിട്ട് കയ്യിൽ മൈലാഞ്ചിയിട്ട് അവർ ഒന്നും രണ്ടുമല്ല, മണവാട്ടിയും ഒരുക്കത്തിലാണ്. മൊഞ്ചത്തിമാരും മണവാട്ടിയും മൈതാനത്തേക്കെത്തി. ഇനി മാസ് ഒപ്പന. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 4 വയസ്സിനും 61 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 350 പേരാണ് ഈ ഭീമൻ ഒപ്പനയിൽ അണിനിരന്നത്. ഒരുപാട് കാലത്തെ ഒരു ഡ്രീം പ്രൊജക്റ്റ്. അത് ദുബായ് എന്ന ഈ മഹാനഗരത്തിൽ വിവിധ ഭാഷക്കാർ താമസിക്കുന്ന ഈ നഗരത്തിൽ 3 ഭാഷകളിലായി പാട്ടുകൾ രചിക്കുകയും ഒപ്പനയുടെ തനിമ കൈവിടാതെ പുതുമയോടുകൂടി അവതരിപ്പിക്കുകയും ചെയ്തു. മാസ് ഒപ്പനയ്ക്ക് പുറമെ ഒപ്പന എന്ന കലാരൂപത്തിലൂടെ അവർ മനുഷ്യനിർമ്മിത താജ്മഹൽ തീർത്തു. ഇനി മനുഷ്യനിർമ്മിത ബുർജ് ഖലീഫ ഒരുക്കാനുള്ള ശ്രമമാണ്. ഒപ്പനയിൽ ഒരു ലോക റെക്കോർഡ് തീർക്കാനുള്ള ശ്രമമാണ് നമ്മൾ കണ്ടത്. ഏറ്റവും കൂടുതൽ പേർ അണിനിരന്ന ഒപ്പന എന്നാൽ റെക്കോർഡ് മാത്രമല്ല, ഒപ്പനയിലൂടെ ലോകാത്ഭുതമായ താജ്മഹലും ബുർജ് ഖലീഫയും തീർത്ത റെക്കോർഡ് സ്വന്തമാക്കുകയാണ് ലക്ഷ്യം. കേരള വുമൻസ് കോർണറാണ് ഇത്തരമൊരു റെക്കോർഡ് ശ്രമത്തിന് അരങ്ങൊരുക്കിയത്. കേരള വുമൻസ് കോർണർ 1.5 വർഷ ഹാർഡ് വർക്കാണുള്ളത്. കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഇതിൻ്റെ ചർച്ചയിലായിരുന്നു. ഒരുപാട് എന്താ പറയുക, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അറബി, മലയാളം, ഉറുദു എന്നീ 3 ഭാഷകളിൽ മൊയ്തു വാണിമേൽ, OM കരുവാരക്കുണ്ട്, കോട്ടക്കൽ മൊയ്തീൻകുട്ടി എന്നിവർ ഒപ്പനയ്ക്കായി ഗാനങ്ങൾ ഒരുക്കിയപ്പോൾ ജുനൈദ് മെട്ടമലാണ് ഒപ്പന ചിട്ടപ്പെടുത്തിയത്. ഇഷ ഫർഹ ഖുറേഷിയായിരുന്നു മണവാട്ടി. Good, fantastic, and there was a unity and bonding. We all worked together, put all the effort as a family. ഗിന്നസ് വേൾഡ് റെക്കോർഡ്, ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഗോൾഡൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയ്ക്ക് പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ അയച്ചു നൽകി ഫലനിർണയത്തിനായി കാത്തിരിക്കുകയാണ് സംഘാടകർ. ദുബൈ മീഡിയ CFO ജാസിം അൽ ഫാഹിൽ ഔദ്യോഗിക നിരീക്ഷകനായി എത്തിയിരുന്നു. നമ്മുടെ ഒപ്പനയും ദുബൈയിലെ മൊഞ്ചത്തികളും നടത്തിയ ശ്രമം റെക്കോർഡ് സ്ഥാപിച്ചോ എന്നറിയാൻ 3 മാസമെങ്കിലും കാത്തിരിക്കണം. എങ്കിലും മാസ് ഒപ്പന കാഴ്ചക്കാർക്ക് എന്നും ഓർത്തുവെക്കാനുള്ള അനുഭവമാക്കാൻ ഇവർക്ക് കഴിഞ്ഞു.